അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളെല്ലാവരും ധാരാളം ദുആയിരക്കുന്നവരാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ കൈമലർത്തുന്നവരാണ്. എന്നാൽ ഈ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ, ഉത്തരം നൽകുമോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഇത് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മഹാന്മാർ പഠിപ്പിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. ദുആ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില തോന്നലുകൾ, ചില ഫീലിങ്സുകൾ, ഇതിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അവകളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് പ്രാർത്ഥനകളാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകട്ടെ. ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, അലാമാതു ഖബൂലി ദുആഇ, പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. ഒന്നാമത്തെ അടയാളം അത്തുമഇനീനതു ഫിൽ ഖൽബി, ഹൃദയത്തിലുണ്ടാകുന്ന നല്ല ഒരു സമാധാനം. പടച്ചവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈമലർത്തിയിട്ട്, അള്ളാഹുവേ എൻ്റെ അസുഖം ഭേദമാക്കി തരണേ അല്ലാ, എൻ്റെ മക്കളെ നന്നാക്കി തരണേ അല്ലാ, വലിയ കടത്തിലാണ്, കടം വീടാനുള്ളൊരു മാർഗം എനിക്ക് കാണിച്ചു തരണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത സമാധാനം. എൻ്റെ പ്രശ്നങ്ങളൊക്കെ റബ്ബ് മാറ്റിത്തരും, എൻ്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നൊരു തോന്നൽ. ആ പ്രശ്നങ്ങൾ പ്രപഞ്ചത്തിൻ്റെ തമ്പുരാനോട് പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചതിൻ്റെ അടയാളമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദുആഉ ബഅദഹു യഅതി ശുഊറുൻ ബിസ്സകീന, സമാധാനത്തിൻ്റെ ഒരു അടയാളം നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ തോന്നലുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ? എങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഏതുപോലെ കഅന്നല്ലാഹ യഖൂൽ, അള്ളാഹു നമ്മളോട് നമ്മൾ പ്രാർത്ഥിച്ച ആവശ്യപ്പെട്ട കാര്യത്തിന് മറുപടി നൽകുന്ന ഒരു തോന്നൽ. ലാ തഖഫ് അന മഅക്, പേടിക്കണ്ട മോനെ, പേടിക്കണ്ട കേട്ടോ, അന മഅക്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് റബ്ബ് നമ്മോട് പറയുന്നൊരു തോന്നൽ നമുക്കുണ്ടാവുക. ഇനി രണ്ടാമത്തെ കാര്യം ഖുറൂജു ദുമൂഇ ബിൽ ഇഖ്ലാസി, മനസ്സ് നിറഞ്ഞുകൊണ്ട് കണ്ണ് നിറയുക എന്നതാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇഖ്ലാസോടെ നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട്, അല്ലാഹുവേ എൻ്റെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ, മക്കളെ നന്നാക്കി തരണേ അല്ലാ, കടങ്ങൾ വീട്ടി തരണേ അല്ലാ, വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നമ്മുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ നമുക്ക് കണ്ണ് നിറയാറുണ്ടല്ലോ, ഫീലിങ്സ് വരാറുണ്ടല്ലോ. ഇങ്ങനെ റബ്ബിനോട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടോ എങ്കിൽ ഇദാ ബക്കൽ അബ്ദു ഫീ ദുആഇഹി, ഒരു അടിമവൻ്റെ പ്രാർത്ഥനയിൽ കരഞ്ഞാൽ ഫഹുവ സാദിഖുൻ, അത് സത്യമാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് അള്ളാഹു സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. അല്ലാഹു യുഹിബ്ബു ദുആഅ മഅ ദുമൂഅ്, കണ്ണീരോടുകൂടെയുള്ള പ്രാർത്ഥന അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് അൽ ഇൽഹാഹു ഫി ദുആഇ, നമ്മുടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തോന്നുക. നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടു, പടച്ചോനെ എൻ്റെ അസുഖം ഭേദമാക്കി തരണേ അല്ലാ, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ ഫീലിങ്ങോടുകൂടെ അല്ലാഹു എൻ്റെ അസുഖം ഭേദമാക്കി തരണേ അല്ലാ, 1 മാസം കഴിഞ്ഞാലും അതേ ഫീലിങ്, അല്ലാഹു എൻ്റെ അസുഖം ഭേദമാക്കി തന്നില്ല എന്ന പരാതിയില്ലാതെ, ഒരു ഖേദമില്ലാതെ റബ്ബിനോട് വീണ്ടും 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 വളരെ ആത്മാർത്ഥതയോടുകൂടെ ഉത്സാഹത്തോടുകൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ട് എങ്കിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. ഒരു വലിയ മന്ത്രിയോടോ അല്ലെങ്കിൽ ഒരു MLA യോടോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോടോ നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു തവണ പറഞ്ഞു, അയാൾ ശ്രദ്ധിച്ചില്ല, രണ്ടാമത്തെ തവണ പറഞ്ഞു, ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നീട് നമ്മൾ പറയുന്ന ഓരോ തവണയും പറയാനുള്ള ആഗ്രഹം, താല്പര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ റബ്ബിനോടൊരു കാര്യം പറഞ്ഞു, അതിനുത്തരം കിട്ടിയില്ല, രണ്ടാമത്തെ ദിവസം വീണ്ടും പറയാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. അള്ളാഹു തരും, എൻ്റെ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ച് തരും എന്നുള്ള ആത്മാർത്ഥമായ ഒരു തോന്നൽ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലേ, യജ്അലുല്ലാഹുൽ അബ്ദ യുക്സിറു മിനദ് ദുആഇ, അള്ളാഹു അവൻ്റെ അടിമയെ
പ്രാർത്ഥന അധികരിപ്പിക്കാൻ തോന്നിപ്പിക്കും, പ്രാർത്ഥന അധികരിപ്പിക്കുന്നവനാക്കും. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമ റബ്ബിനോട് ചോദിക്കുന്നവരെയാണ്. വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ചോദിച്ചാലും ആ ചോദിക്കുക എന്നുള്ളത് റബ്ബിന് നല്ല ഇഷ്ടമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി അടുത്തതാണ് ബുഅ്ദുൻ അനിൽ മആസി. നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിസ്കാര ശേഷമാവട്ടെ അല്ലാതെ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ തെറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല, അല്ലേ? എങ്ങനെ തോന്നുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനോട് പാതിരാത്രി പടച്ചോനെ എൻ്റെ അസുഖം ഭേദമാക്കി തരണം, എൻ്റെ കടങ്ങൾ വീട്ടി തരണം. പിറ്റേ ദിവസം ഹറാമ് ചെയ്യുക, മദ്യം കഴിക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക? രാത്രി ഞാൻ റബ്ബിനോട് ചോദിച്ചു, റബ്ബേ എൻ്റെ അസുഖം ഭേദമാക്കി തരണം. എന്നിട്ട് അതേ റബ്ബ് പറഞ്ഞതാണ് മദ്യം കഴിക്കരുത് എന്ന്. എന്നിട്ട് നമ്മളത് ചെയ്യുക. ഇത് അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. രാജാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നം പറഞ്ഞു, എന്നിട്ട് അതേ രാജാവ് അരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നത്, അള്ളാഹുവിന് ഞാൻ ഇഷ്ടപ്പെടുന്നത് അവനോട് തെറ്റ് ചെയ്യാതിരിക്കാനാണല്ലോ. അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ തെറ്റ് ചെയ്യരുത് എന്നൊരു തോന്നലുണ്ട് എങ്കിൽ എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. ഇത്രയും ദിവസം ഞാൻ ഒരുപാട് ഹറാമുകൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇന്ന് ഞാൻ റബ്ബിനോടൊരു കാര്യം പറഞ്ഞു, ഇനി മുതൽ ഞാൻ മദ്യം കഴിക്കൂല. ആ കാര്യം, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാകും, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന ഒരു തോന്നൽ. ഇനി അടുത്തതാണ് തൈസീറുൽ അസ്ബാബ്. നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകുക എന്നത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. അതെങ്ങനെയാണ്? യഫ്തഹുല്ലാഹു അബ്വാബൻ ലം തകുൻ തതവഖഉഹാ. അപ്രതീക്ഷിതമായ മാർഗത്തിലൂടെ പുതിയ വഴികളൊക്കെ ഇങ്ങനെ തുറന്നു തരും. നമ്മളിന്ന് റബ്ബിനോടൊരു കാര്യം പറഞ്ഞു, പഠിച്ചോനെ എൻ്റെ കാല് വേദനയാണ്, കൈ വേദനയാണ്, അല്ലെങ്കിൽ ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന അത്ര വേദന ഇന്നില്ല. പൂർണ്ണമായിട്ട് മാറി എന്നല്ല, ഇന്നലെയുള്ള അത്ര വേദന ഇന്നില്ല. അല്ലെങ്കിൽ വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വന്നു, വിരുന്നുകാരൻ പറഞ്ഞു എനിക്കൊരു ഡോക്ടറെ അറിയാം, വലിയ വിദഗ്ധനായൊരു ഡോക്ടറാണ്. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ അസുഖം ഭേദമാക്കാനുള്ള പല മാർഗങ്ങളും റബ്ബ് നമ്മിലേക്ക് തുറന്നു തരും. അല്ലെങ്കിൽ കടം വീടാനാണ് നമ്മൾ ദുആ ചെയ്തത്, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ നമ്മുടെ ഫോണിലേക്കൊരു ഫോൺ കോൾ, നിങ്ങൾക്ക് പുതിയൊരു ജോലി റെഡി ആയിട്ടുണ്ട്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നാലിന്ന ഡേറ്റിന് നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരികയാണ്. ഇങ്ങനെ നമ്മുടെ കടം വീടാനാണ് ദുആ ചെയ്തതെങ്കിലും അത് വീട്ടാൻ നമുക്ക് ജോലി മതിയല്ലോ. അങ്ങനെ നമ്മൾ അറിയാത്ത എന്തെങ്കിലും മാർഗത്തിലൂടെ അള്ളാഹു നമ്മുടെ ആ പ്രാർത്ഥിച്ച കാര്യം സഫലീകരിച്ചു തരും. അത് അതിൻ്റെ അടയാളമാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ഇനി അടുത്തതാണ് ഇൽഹാമു വശുഊറു ദാഖിലിയു. നമുക്ക് അള്ളാഹുവിനോട് ഒരു കാര്യം നമ്മൾ ചോദിച്ചു, എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ഇത് നടക്കും, അല്ലേ? പലപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് തോന്നാറുണ്ട്, പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തോന്നാറുണ്ട് ഇതിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും. ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിന് നമ്മൾ തെറ്റായിട്ട് ആൻസർ ചെയ്താലും നമ്മുടെ മനസ്സിലൊരു തോന്നൽ, മനസ്സിങ്ങനെ പറയാണ് ഇത് ഫുള്ള് കിട്ടും. ഇതേ ഒരു തോന്നൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ കടം വീടും, എൻ്റെ അസുഖം ഭേദമാകും, റബ്ബ് എനിക്കത് നേടിത്തരും എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അഹ്യാനൻ തശ്ഉറു അന്ന ദുആ സയുസ്തജാബ്. ഇത് പിന്നീട് നടക്കുമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ അടയാളമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് തഖീറുൽ ഇജാബ. നമ്മുടെ ഉത്തരം, പ്രാർത്ഥനയുടെ ഉത്തരം അതിങ്ങനെ വൈകിപ്പോവുക, അല്ലേ? നമ്മൾ ദുനിയാവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോദിച്ച ഉടനെ ഉത്തരം ലഭിക്കില്ല എന്നതാണ്. അങ്ങനെ ചോദിച്ച ഉടനെ കിട്ടുമായിരുന്നുവെങ്കിൽ ഇത് സ്വർഗമായിരിക്കണ്ടേ? നമുക്കൊരു ദിവസം ക്യാൻസറായി, രാത്രി എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ദുആയിരിക്കണം, പടച്ചോനെ എൻ്റെ ക്യാൻസർ മാറ്റിത്തരണം, എൻ്റെ അറ്റാക്ക് രോഗം മാറ്റിത്തരണം, എൻ്റെ കടങ്ങൾ വീട്ടിത്തരണം. നേരം വെളുത്തപ്പോഴേക്ക് ക്യാൻസർ മാറി, നേരം വെളുത്തപ്പോഴേക്ക് അറ്റാക്കിൻ്റെ എല്ലാ അസുഖങ്ങളും മാറി, അല്ലെങ്കിൽ കടം പെട്ടെന്ന് ആരോ വീട്ടി. അങ്ങനെ ദുനിയാവിൽ സംഭവിക്കില്ല. ദുനിയാവിൽ ഒരു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ വർഷങ്ങളോളം റബ്ബിനോട് നമ്മൾ പറയേണ്ടി വരും. ഒരു പക്ഷേ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാനും മതി.
എന്നാൽ പെട്ടെന്ന് നമ്മുടെ ദുആ ദുനിയാവിൽ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ദുനിയാവ് സ്വർഗമായി മാറുമായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് തഖീറുൽ ഇജാബ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഇങ്ങനെ വൈകി 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 പോവുകയാണ്. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. 1 വർഷം കഴിഞ്ഞു, പഠിച്ചോനെ എനിക്കൊരു വീട് വേണം. 2 വർഷം കഴിഞ്ഞു, വീട് നടന്നില്ല. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ അടയാളമായി നമ്മുടെ ആ ഒരു ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു തരും. അള്ളാഹു പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അന്നൊരു ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമാണ് അള്ളാഹു നമുക്ക് ഇന്ന് നൽകുന്നത്. ഇപ്പോൾ ഒരു മകന് വേണ്ടിയിട്ട് ഉമ്മ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ എൻ്റെ മകനെ ജീവിതത്തിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. ആദ്യമായിട്ട് കുട്ടിയെ സ്കൂളിലേക്ക് ചേർക്കുമ്പോഴാണ് ഉമ്മ പ്രാർത്ഥിക്കുന്നത്. മകൻ്റെ കവിളിലൊരു മുത്തം കൊടുത്തിട്ട് ഉമ്മ പറയാണ്, അല്ലാഹുവേ എൻ്റെ കുട്ടിയെ നീ ജീവിതത്തിൽ ഉന്നതനാക്കണേ അല്ലാഹ്. അങ്ങനെ കുട്ടി വലിയ പഠിത്തമൊന്നുമില്ല, സാധാരണ ഒരു നോർമൽ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റായിട്ട് മാറി. അങ്ങനെ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക്. പല ആളുകളും പറയണത് എന്താ, ആ കുട്ടി പഠിച്ചതുകൊണ്ട് കിട്ടിയതാണെന്ന്, കഷ്ടപ്പെട്ടതുകൊണ്ട് കിട്ടിയതാണെന്നാ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മ മകൻ്റെ കൈ പിടിച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം അള്ളാഹു നൽകുന്നത് 10 വർഷത്തിന് ശേഷമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേടുന്നതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ നമ്മളോ നമുക്ക് വേണ്ടി ദുആ ചെയ്തതിൻ്റെ ഫലമാവാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു വൈകിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അള്ളാഹു അതിൻ്റെ ഉത്തരം നൽകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഞാൻ കുറേ ദുആ ചെയ്തു, പടച്ചോൻ തരുന്നില്ല എന്നൊരു ചിന്ത വന്നാൽ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതായി. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.